ഹായ് ഗൈസ്, അപ്പൊ നമ്മള് ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ടെൻഡർ കോക്കനട്ട് ജ്യൂസ് അടിക്കാനാണ്. പക്ഷെ നമ്മള് ടെൻഡർ മുകളിൽ പോയിട്ട് കരിക്ക് പറിച്ച്, പക്ഷെ നമ്മള് പറിച്ചെടുത്ത സാധനം കുറച്ച് അങ്ങോട്ട് തേങ്ങ പോലെ ആയിട്ടുണ്ട്. കുറച്ചൊക്കെ ഇളനേരം തന്നെയാണ്. പക്ഷെ എന്തായാലും ഇഫ്താറിന് കഴിക്കാനായതുകൊണ്ട് നമ്മള് വീട്ടുകാർക്കല്ലേ, അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് അടിച്ചു നോക്കാൻ വിചാരിച്ച്. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ജ്യൂസിന് നമ്മൾ ആദ്യമായിട്ട് പഞ്ചസാര എടുത്ത് കുറച്ച് മിൽക്കും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ പഞ്ചസാര ഒന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട് സ്റ്റാർട്ടിങ് ഒന്ന് അടിക്കുന്നുണ്ട്. കട്ടപ്പാലുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത്. അതെ, കട്ടപ്പാൽ ആയിട്ടില്ല ഗൈസ്. ഒന്നാമത് കട്ടപ്പാൽ കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പൊ സാധാ പാലിപ്പൊ കൊണ്ടുവന്നപ്പോ കട്ടാവാൻ ടൈം ആയിട്ടില്ല. കുറച്ച് എന്താ പറയാ, പഞ്ചസാര ഒന്ന് കാട്ടാം. പിന്നെ നമ്മള് ഒരൂറായിട്ട് അത്യാവശ്യം കുഴപ്പമില്ല പറഞ്ഞ എന്റെ തേങ്ങ ഒന്നല്ല. മൊത്തത്തിലങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര അടിഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കുറെ ഏകദേശം ഇവിടെ എണ്ണം നോക്കിയാൽ എത്ര ആളുണ്ട്? 9-10 ആളല്ലേ? 9-10 ആക്കാൻ വേണ്ടിയിട്ടുള്ള ജ്യൂസാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. അപ്പം നമ്മള് വേറെ വലിയ പാത്രത്തിൽ 2 എണ്ണത്തിൽ അടിക്കേണ്ടി വരും. പഞ്ചസാര ഒന്നായിട്ട് മതി. പിന്നെ ലാസ്റ്റ് നമുക്ക് ചായയിലേക്ക് നമ്മള് ഇളനീര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇട്ടാണ്ടിട്ട് എല്ലാരും അങ്ങനെ ഇടാൻ നിൽക്കണ്ട. വെള്ളം കുറച്ച് ഇതാക്കി കൊടുക്കണം. പിന്നെ എക്സ്പേർട്ട് ജ്യൂസർ, അതുകൊണ്ട് മാത്രം അപ്പൊ ഇതിലേക്ക് ഇപ്പൊ നമ്മള് ജസ്റ്റ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഞാൻ ശരിക്കും ഷെയ്ക്ക് അടിക്കുന്നത് ഇങ്ങനെയല്ല, ഒന്നും കൂടെ അടിപൊളിയായിട്ട് അടിക്കും. കട്ടപ്പാലിൽ മാത്രമേ അടിക്കാറുള്ളൂ. പിന്നെ ഇത് കട്ടപ്പാലില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഗൈസ്. നമ്മളിങ്ങനെ കട്ടപ്പാല പൊട്ടിക്കുന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒരു സ്ക്രാച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ മുകളിലൊരു സ്ക്രാച്ച് കൊടുക്കുക. അതാകുമ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് കിട്ടും. ഇനി അടിച്ചിട്ട് പാല് വെച്ചാ പോരെ? പാല് നിറഞ്ഞല്ലോ. കഴിഞ്ഞില്ല പാല്. എന്റെ കൈക്ക് നിൽക്കുന്നൊന്നും കാണണ്ട. കയ്യല്ലേ ഞാൻ അടിക്കേ. ഗൈസ്, അങ്ങനെ ജ്യൂസ് എല്ലാം ഒന്നിച്ച് ഇട്ടത് കൊണ്ട് തന്നെ എന്താ പറയുക, ജ്യൂസ് മെഷീനിൽ പിടിച്ചിട്ടില്ല. അപ്പം നമ്മൾ രണ്ടാക്കി മാറ്റിനി. അപ്പം നമ്മളിതിനെ നല്ല പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം നന്നായി അടിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ അടിച്ചിട്ട് കാണാം. അപ്പം ആ ജ്യൂസ് കഴിഞ്ഞ് കഴിച്ചായി നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഷമാം. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ആദ്യം പഞ്ചസാര ഇട്ടു, അതിനുശേഷം കുറച്ച് വെള്ളം ഇട്ടിട്ട് നമ്മൾ അടിക്കും. കുറച്ച് വെള്ളം ഇട്ട് അടിക്കുന്നുണ്ട്. നമ്മളെന്തിനാ ഇങ്ങനെ ഫസ്റ്റ് പഞ്ചസാര ഇട്ട് അടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം പഞ്ചസാര ഒന്ന് അലിയാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് മറ്റേ ചായ അടിക്കുന്നവരും ഉണ്ട്. പക്ഷെ അങ്ങനെ അടിക്കുമ്പോൾ ചില സമയം എനിക്ക് അങ്ങനെ അധികം പഞ്ചസാര ഒരു ഇതായി വരലില്ല. അതുകൊണ്ടാണ് ഞാൻ
ഇങ്ങനെ ചെയ്യണം. ഓക്കെ, അതിനോണ്ടിട്ടുണ്ട്. അപ്പം നമ്മളതിലേക്ക് കുറച്ച് പാലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിക്കാൻ ബാക്കിയുള്ള വേറൊരു പരിപാടിയും കൂടി ഉണ്ട് ഗൈസ്. എങ്ങനെ കണ്ടോ? എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ? ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ട് ബാക്കി നമ്മൾ അതിലേക്ക് ഇത് ആഡ് ആക്കാൻ പോകുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഉണ്ട് ഗൈസ്. അടിപൊളി സൂപ്പർ, രക്ഷയില്ല. കാണുമ്പോൾ തന്നെ സൂപ്പറാണ്. തിന്നോക്കിയാണ് ബാക്കി പറയാം. ഗ്ലാസ് പോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് വെള്ളം ജ്യൂസിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് എത്തിക്കുമ്പോണ്ടല്ലോ ഗൈസ്. ഇത്ര വലിയ പീസ് വേണം. അങ്ങനെ നമ്മൾ നോമ്പ് തുറന്നു. എല്ലാവരും നോമ്പ് തുറന്നു കഴിഞ്ഞ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഉപ്പ ഉമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഡ്രസ്സിങ്ങിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ നോമ്പ് തുറക്കുന്ന എല്ലാവരും വീഡിയോയും കൂട്ടുകുടുംബമായിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിന്റെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പം നമ്മൾ അങ്ങനെ സഫ് ഉണ്ടാക്കിയ എത്ര പലഹാരങ്ങളാണ്? മൂന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് മുട്ട ബോള്, അതേപോലെ തന്നെ അതെ ഈ മുട്ട ബോള് എല്ലാം സൂപ്പറായിരുന്നു. കാരണം നിങ്ങൾ മാക്സിമം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അവള് കുറച്ച് ഉണ്ടാക്കിയിട്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ഉണ്ടാക്കിയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഈ രണ്ടെണ്ണം ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഈ രണ്ടെണ്ണം വെച്ചത്. അല്ലെങ്കിൽ ഇതിപ്പോ വീഡിയോ കട്ട് ചെയ്ത് ഉള്ളിയോടെ മാത്രം ഫുള്ളൊന്നും ഉണ്ടായിട്ടാ, ബാക്കി വെച്ചില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഇളനീർ, ഇതിന്റെ പേരെന്തായിരുന്നു? പുഡിംഗ് ഇട്ടത്. അതും സൂപ്പറായിരുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പീസുകള് ഇതിങ്ങനെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഞാനിപ്പോ കുടിച്ച് കാണിക്കാത്തത് നല്ലോണം നോമ്പിന് ക്ഷീണമായിട്ട് നല്ലോണം കുടിച്ച് വയറ് നിറഞ്ഞ്. പിന്നെ അതേപോലെ തന്നെ ജ്യൂസും അടിപൊളിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ലേ ഗൈസ്. അപ്പൊ എന്തായാലും മാക്സിമം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. അപ്പൊ ഓക്കെ, ബൈ. അപ്പൊ ഗൈസ് ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോ നമുക്ക് തിരിച്ചടിക്കാൻ സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, പറഞ്ഞോ. ഹായ് ഗൈസ്, അപ്പൊ നമ്മളടുത്ത് വെൽക്കം ബാക്ക് ടു സ്റ്റാർട്ടിങ്. അത് പുതിയത് ഇത് പുതിയ വീഡിയോ, ജ്യൂസിന്റെ വീഡിയോ. ഹായ് ഗൈസ്, റോളാക്ക് റോൾ തന്നെ.